സിംബ അങ്ങനെ കിടപ്പുണ്ടല്ലോ. ആ അങ്ങനെ കിടക്കട്ടെ. സമയമായി, കിടക്കാനുള്ള സമയമായി. ചേട്ടാ ഇതുവരെ വന്നിട്ടില്ല. ശാംഭവിയെ കിടത്തി ഉറക്കാൻ നോക്കിക്കോളൂ. ശാംഭവി വേണ്ട. പിന്നെ നാളെ സ്കൂളിൽ പോണോ? എണീറ്റിട്ട് അങ്ങോട്ട് വന്നപ്പോ അവള് പറയാ ചേച്ചി പൊക്കെ പോയിരുന്നു പഠിക്കാൻ. ആഹാ, അതൊക്കെ നല്ല കാര്യം. ചേച്ചി പഠിക്കാനൊക്കെ പോയി പറയുന്നതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ TV കണ്ടോണ്ടിരുന്നാ പറ്റുമോ? നാളെ സ്കൂളിൽ പോണ്ടേ? കിടന്നു. TV നിർത്തി. പൊക്കോ പൊക്കോ. ശരി, സിംബ എങ്ങനെ കയറ്റി കിടത്തണ്ടേ? പിന്നെ വേണ്ട നോക്കാം. സിംബ എടാ നമ്മളിങ്ങ് വന്നപ്പോ അവനിങ്ങ് പോന്നു. അയ്യോ ഇല്ല, എന്റെ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോവാ. എന്നപ്പാ ഇറങ്ങിക്കേ. കോഴി സിംബ അഴിച്ചു വിടണമല്ലോ. കോഴിയെല്ലാം കൂടെ വന്നു. എന്താണ് ഇവിടെ നടക്കുന്നത്? സാധാരണ കോഴിയൊക്കെ നിലത്തൂടെ നടക്കും. ഇതിൻ്റെയൊക്കെ മണ്ടക്കൂടാണ് നീയൊക്കെ നടക്കുന്നത്. എനിക്കറിയാം, അത് ഒരെണ്ണം കയറാൻ പോന്നു. സിംബയെ അഴിച്ചു വിട്ടാൽ തീരാവുന്ന ഇതേ ഉള്ളൂ നിങ്ങൾക്ക്. ഞാനിപ്പോൾ അഴിച്ചു വിടാവേ കേട്ടോ. ഇതേ അവളെ പിടിച്ചോ, അല്ലെങ്കിൽ ക്യാമറ പിടിച്ചോ. വാ ടാറ്റാ. ചെരുപ്പ് തിരിച്ചിട്ടേക്കുന്ന അതേന്നേ സമ്മതിക്കില്ല അവള് നേരെ ഇടാൻ. ഇവളാണ് ഇട്ട് കൊടുത്തേ. അവള് തന്നെ ഇട്ടതാ. എന്നാ ബായിലിട്ടു. സിബ് തുറന്നിടുക. സിംബാ എടാ, നിന്നെ ഇല്ല, നീ ഇല്ലാത്ത കൊണ്ട് എല്ലാ കോഴി അവിടെയാടാ. കയറ്റി കിട്ടുമോ? അറിയാവോ? കയറ്റി കെട്ടാനാണ് തുറന്നിട്ടോ. അതൊക്കെ ചാണ്ട ഒന്നും വേണ്ട. ഇപ്പൊ കണ്ടോണം. വേണ്ടെന്ന്. എന്നാ വേണ്ട. ഓടിക്കണം. ഇതുങ്ങളൊക്കെ പിന്നെ എന്നാ ചെയ്യണം? തുറക്കടോ. എന്നാ സിംബയ്ക്ക് പ്രായമുണ്ടോന്നോ? പ്രാന്തുണ്ടോന്നോ? സിംബയ്ക്ക് പ്രാന്തൊന്നും ഇല്ല. അയ്യോ, എനിക്കേ പ്രാന്തുള്ളൂ. അയ്യോ, എന്നൊക്കെ ഈ പറയുന്നേ? വിജിയമ്മേനെ വിളിച്ചേ. വിജിയമ്മേനെ കൈ പിടിച്ച് പോടേ. എടി വിജി അമ്മേന്നല്ല, അമ്മച്ചി. വിജയമ്മച്ചി. വിജയമ്മച്ചി. ആ വിജയമ്മച്ചി ഇന്ന് മിക്കവാറും കാണാലോ. പിന്നെ വരാതെ എവിടെ പോകാനാ? നാരായണി നോക്കിക്കടി, അതിനകത്ത് വല്ല ഇതും ഉണ്ടോന്ന് നോക്കി. മെസ്സേജ് ഞാൻ നോക്കാം. വർത്താനവും പറഞ്ഞിട്ട് ശാംഭവി അങ്ങ് പോയി. തിരിഞ്ഞു നോക്കി ഓടുപാടി. ചുമ്മാ വിളിച്ചതാടി കുഞ്ഞെ. അമ്മയാണ് അടുക്കള പണി ചെയ്യട്ടെ. അടിപൊളി അടിപൊളി സൂപ്പർ. കുറച്ചുകൂടെ നല്ലതായിട്ട്. അടിപൊളി. ടാറ്റാ. വിജയമ്മ ഇവിടെ അല്ല. ബാന്ന് ബസ് പോന്ന്. എന്തേ പൗഡർ മുഖത്തുണ്ടടി കുഞ്ഞാ. നീ അത് അവിടെ ഉണ്ട്. എല്ലാവരും ഉണ്ട്. പൊക്കെ വിട്ടു. ഇവിടെ അപ്പം എല്ലാം കൂടെ വരുന്നത്. ഞങ്ങൾ 2 ഡേഞ്ചറായിട്ടുള്ള ആൾക്കാരാണ്. പതിയെ പോയാൽ മതിയേ.
ആ എടോ ബാഗ് ഞാൻ പിടിക്കുന്നോണ്ടാണോ ജാടയായിട്ട് പോകുന്നത്? അപ്പയായിരുന്നപ്പം ബാഗ് അപ്പം പിടിക്കൂലായിരുന്നു. ഓ മഞ്ഞല്ലേ, കൊള്ളാല്ലേ? ഇതൊന്നും അല്ല മഞ്ഞ്. ഏത് അതിനടെ ഇരിക്കുക, അതിനല്ലേ അവരങ്ങനെ ഉണ്ടാക്കി വെച്ചത്. വ്യൂ എൻ്റെ കൊച്ചു പോയി പിടിയടിയല്ലേ. രാവിലത്തെ വ്യൂ ഒരു 5-5:30 കഴിഞ്ഞിട്ടുള്ള വ്യൂ അടിപൊളി. ഇവിടുത്തെ സൂര്യനൊക്കെ ഒന്ന് താന്ന് ആ ടൈമിൽ അടിപൊളി വ്യൂ ആണേ. മഞ്ഞൊക്കെ ഉണ്ട്, ചെറുതായിട്ടുണ്ട്. നിങ്ങൾ ഇതേ പോയി എടീ, പോയി പിടിയടി. അല്ല താഴെ റോഡിലെത്തും പുള്ളി. എങ്ങോട്ട് പോവാ? മതിലിടിച്ചിടുവോ? നാരായണിയുടെ പൊക്കത്തിന് അത്ര ആയി കേട്ടോ ശാംഭവി. നാരായണിക്കത് പറയുന്നത് ദേഷ്യമാണ്, പൊക്കമില്ലെന്ന് പറയുന്നത്. അവള് നാരായണേക്കാളും പൊക്കം വെക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. നിന്റെ ഒപ്പം ഉണ്ടല്ലോ അവള് പൊക്കം. നീ ഇനി വളരുന്നില്ലേ? അവിടെ ഇരുന്ന് ചെരുപ്പൊന്ന് ശരിയാക്കട്ടെ. ഇപ്പം ആ പാലം നന്നായിട്ട് കാണാമല്ലോ. എനിക്ക് തോന്നുന്നു ഈ ഒരു ഗ്യാപ്പില്ലേ, ഈ വീടിൻ്റെ ഈ ഒരു ഗ്യാപ്പ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാണ് വണ്ടിയുടെ ഓണടി അല്ല, അതൊരു അയ്യപ്പ. ഓ ഇനിയിപ്പോൾ ഇത്രയും ദിവസം ഉണ്ടോ അയ്യപ്പന്മാരുടെ? 5-ാം തീയതി വരെ അല്ലേ ഉള്ളൂ? ആ അതെ, മകരവിളക്ക് കഴിഞ്ഞ് 5 ദിവസം കൊണ്ടെന്നാ തോന്നുന്നു. 5 or 7. അതിനിപ്പോൾ എന്താ ചെയ്യണം? കാക്കയ്ക്ക് അപ്പിടണ്ടേ? വേണ്ട, വേണ്ടേ? അതില്ല, ചുമ്മാ പറയില്ലേ. നേരത്തെ ഇവിടെ ഒരു കിണറായിരുന്നു, അറിയാമായിരുന്നു? പിന്നെ ഇത് കണ്ടോ, നീ ഓർമ്മയില്ല? ചേട്ടൻ നോക്കുന്നുണ്ട്. അപ്പല്ലടി, അവളുടെ ഷാരായന്റെ സ്കൂൾ ബസ്സാ പോകുന്നില്ലേ കൂടെ. നോക്കി പോയത് സ്ലോ ചെയ്ത്. നിന്നെ കണ്ടില്ല എന്ന് തോന്നുന്നു. നിന്നെ കണ്ടിരുന്നെങ്കിൽ നിർത്തിയാനേ. നീ എന്നെ അടിക്കുന്ന കോലത്തിൽ നിന്ന് ചോദിച്ചേനെ. അപ്പ അവിടെ ഒരു സ്ഥലത്ത് വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ ഞാൻ എന്തിനാ വിളിക്കുന്നത്? ഒന്ന് വിളിക്കുന്നില്ലെന്നേ എന്നെ അമ്മ. പിന്നെ വീഡിയോ കോൾ വിളിക്കാം. എടി അവർക്കൊക്കെ ഡ്യൂട്ടി ഉണ്ട്, നീ പോയേ. സ്കൂളിൽ പോവാണോന്ന്? അതെ, അച്ഛൻ എന്ത് ചെയ്യുന്നു? നിന്റെ അപ്പ വീട്ടിന് വീട്ടിലൊന്നുമല്ല, കല്യാണത്തിന് പോയി. കഴിച്ചോ? എന്താ കഴിച്ചൊക്കെ നാളെ പറയാം. സുഖമില്ലായിരുന്നു, അതുകൊണ്ട് ഒന്നും കഴിച്ചില്ല. ചായ പോലും കുടിച്ചില്ല. എന്നാണോ 2 പ്രാവശ്യം വയറ്റിൽ നിന്നിട്ട്. ഇന്നലെ ആ റൈസാട് അടപ്പിച്ച് ചക്കക്കുരുക്കറി കൂട്ടിയത്. അയ്യോ വയറ് വെളുത്തുള്ളി കഴിച്ചോ? ഇല്ല, ഒരു വെളുത്തുള്ളി അല്ല എടുത്ത് കഴിച്ചാൽ ഞാനിപ്പോൾ ഇച്ചിരി ഇഞ്ചി എടുത്ത് കഴിച്ചു. ഇനി വെളുത്തുള്ളി ഞാൻ അവിടെ ചെന്നിട്ട് വെളുത്തുള്ളി എടുത്തേ. എന്നിട്ട് ഏമ്പക്കോ. പിന്നെ വെളുത്തുള്ളി നല്ലതല്ലേ? അല്ലെന്നോ പോകുന്നുണ്ടോ? അത് ഗ്യാസിൻ്റെ തന്നെ. പൊക്കോട്ടടി ഇന്ത്യ കല്യാണത്തിന് അവിടെ ഇച്ചിരി പണിയായിരുന്നേ. അന്നേരം അവിടെ നിന്ന് ഇച്ചിരി കറി കൂട്ടിയതിൻ്റെ ആണെന്ന് തോന്നുന്നു. ഗ്യാസ് കയറിയത് അമ്മനെ, അതുകൊണ്ട് ഒന്നും കഴിച്ചില്ല. ഛർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നുന്നു. ഇവിടെ വന്നില്ല, ഇവിടെ ആരും ഇല്ല മോനെ. അവർ 2 പേരേ ഉള്ളൂ. അവരെ കൊണ്ട് തന്നെ പറ്റത്തില്ല, ഒരാളും കൂടെ വേണം. പൊക്കട്ടെ. എന്താ പറയാ? ഇല്ല ഒന്നുമില്ല. ഇനി കറി പറഞ്ഞു. മോൻ കഴിച്ചോ? മോൻ കഴിച്ചോ? എന്നാ കഴിച്ചേ? ദോശ. ഇന്നൊന്നും ചോദിക്കാനില്ലേ? കറി അറിയത്തില്ല മോനെ. ഞാൻ അവിടെ സമ്മന്തി സാമ്പാർ ആണോ? ആയിക്കോട്ടെ. മീന. ഞാൻ വൈകുന്നേരം വരുമ്പോ എനിക്ക് കറി ഒന്ന് വിടണേ.
തീർന്നു. ഞാനെന്താ കഴിച്ചമ്മേ? ഞാനൊന്നും കഴിച്ചില്ല മോനെ, എനിക്ക് വയറ്റ് സുഖമില്ല, ഒന്നും കഴിച്ചില്ല കേട്ടോ. എന്നാ ഞാൻ പൊക്കോട്ടെ. പൊക്കോട്ടെ നമ്മ പൊക്കോട്ടെ. ആദിവാസി എഴുന്നേറ്റില്ല. പൊക്കോട്ടെ നമ്മ. എവിടെയാ? അതാ നല്ലത്. തീർന്നു. ചോറുണ്ടോ? ആ പറയുന്നത് ഒരു വെളുത്തുള്ളി എടുത്ത് കഴിക്കട്ടോ. കഴിക്കാൻ ചെന്നിട്ട് കഴിക്കാൻ പോവാട്ടോ മോനെ. ശരി. മോളെ പോവാ. പേടിയാണോ? ആഹാ, എന്നാ ഹെന്ന സിസ്റ്ററിനോട് പറയണല്ലോ ഇവക്ക് പേടിയാ. പിന്നടി എൻ്റെ പൊന്നെ, ഇതൊക്കെ ഇട്ടുന്ന ശബരിമല പോയി നിൽക്കും. തിരിച്ചാണെങ്കിൽ വല്ല മധുരയിലോ കോടമ്പൊക്കെ പോയി നിൽക്കും. ഈ സ്ഥലം മുണ്ടക്കേവാ. അയ്യോ, വലിയൊരു ബസ് വരുന്നുണ്ട്. അതിൻ്റെ ആ ഒരു സിഗ്നലാണത് കണ്ടോ. എം.ആർ.ജിയോ അല്ല, ഇപ്പോഴും ശബരിമല തുറന്നിട്ടുണ്ടോ? കൃതിക് നല്ല പേരല്ലേ. എവിടെയാണ് ഇത് എടുത്തോ? വണ്ടി വരുന്നുണ്ടാവും. നിന്റെ വണ്ടി ഉണ്ട് അവിടെ. നിന്റെ വണ്ടി നിന്നെ കയറ്റാതെ പോകത്തില്ലല്ലോ. ഉണ്ടോ? എന്ത് വഴി? ഓ, ഈ ബസ്സുകൾ വന്നേന് അവിടെ അത്ര ഇത് വന്നത്, ബ്ലോക്ക് വന്നേ. നേരത്തെ കണ്ടായിരുന്നു, ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് തിരിഞ്ഞ് വരണ്ടേ? ആനവണ്ടി പോകുന്നു പാലത്തെ കൂടെ. എണീറ്റാനെ പറഞ്ഞു. ഇതൊരു പൂച്ച കണ്ടോ ശാംഭവി? ഇതൊരു പൂച്ച. കൂടെ നോക്കി. നമ്മുടെ വീട്ടിൽ വന്ന പൂച്ചയാണോ ശാംഭവി? അത് ഒരു കാക്ക അവിടെ നിന്ന് കാഷ്ടിച്ചാനാണ് ഈ നാറ്റം എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇതെന്ത് പമ്പ? എടി, അതിന് കാക്ക നിന്റെ വീട്ടിനകത്തൊന്നുമല്ലല്ലോ കാഷ്ടിച്ചത്. എനിക്ക് പുതിയ ഡ്രൈവറാണല്ലോ. അതെ, ടീച്ചറായിരുന്നു അതിനകത്തിരുന്ന്. ഡ്രൈവർ പുതിയതാ. എന്തായാലും മാറ്റി വെച്ചോ? അല്ല, ബാക്കി വെച്ചോ? ഇല്ലല്ലോ, കൊച്ചിനെ കൊടുത്തു വിട്ടല്ലോ അല്ലേ. ഒത്തിരി പേരുണ്ടല്ലോ അതിനകത്ത്. അവളുണ്ടായിരുന്നു കൊച്ച് തക്കുടു. തക്കുടു അടുത്തിരിക്കും. എന്നിട്ട് പറയാൻ തക്കുടു ഒന്നും മിണ്ടത്തില്ലത്. അങ്ങോട്ട് പോയപ്പോൾ ഇത്രയും മഞ്ഞില്ലായിരുന്നു തോന്നല്ലേടി. ഇപ്പം ഇച്ചിരി മഞ്ഞ് കൂടിയില്ലേ? കൂടി. അങ്ങോട്ട് പോയപ്പോൾ എത്ര മഞ്ഞില്ലായിരുന്നു കണ്ടോ? ഇവിടുത്തെ കായ ഉണ്ടാവുന്നില്ലേ ഈ ഡ്രാഗണിൽ? 1-2 ഉണ്ടായല്ലേ? പിന്നെ കണ്ടിട്ടില്ല. ഓ, സൂര്യൻ നോക്കിയിട്ട് ഇവിടെ പമ്മ ഇരിക്കുന്നേ. ഇങ്ങോട്ട് നോക്കി. സൂര്യനൊക്കെ വലുതാ. അത്ര ഉണ്ടോ? നീ ആദ്യത്തെ പോയി തിളങ്ങി. നീ അതെന്താ മേഘം കൊണ്ട് മൂടി കിടക്കുവാന്ന് തോന്നുന്നു. തോന്നുന്നുമല്ല, അതെ, വെട്ടമില്ല. ചാർജില്ല പുള്ളിക്ക്. അതുകൊണ്ട് മൂടി ഇരിക്കുന്നുണ്ടോ? ഇവിടെ മങ്ങ ഇരിക്കുന്നുണ്ടോ? മൂടല. അമ്മയും മോക്കും ഞെത്താറായില്ല. ആശുപത്രിയിൽ പോയാലേ താമസം ചെല്ലുന്നതനുസരിച്ച് തീട്ട് അവിടെ അങ്ങനെ ഇന്നോണം തീട്ട് കിട്ടാനായിട്ട്.
ഞാനല്ല അമ്മയുടെ മോളാ. ഞാൻ പോകുന്നില്ല. ഞാൻ നേരെ വന്നു. അമ്മ അവിടെ സംസാരിച്ചിട്ടുണ്ട്. അതെങ്ങനെ അമ്മയുടെ അല്ലേ മോള് സംസാരിച്ചിരിക്കും. നാരായണിയേ എന്തോ എന്നെ നോക്കി നിൽക്കുന്ന ഇപ്പൊ കണ്ടായിരുന്നോ? ഇതുവരെ നിനക്ക് വീട്ടിൽ വരാറായില്ലേ? കൊച്ചിനെ വിട്ടിട്ട് വായോ. ഇത് വല്ല വണ്ടി ജീപ്പ് ഇത് വരുന്നു. ഓട്ടോ പോടാ പോടാ. ഞാൻ വരണ്ട, എന്നാലേ അവൻ പുറത്തോളൂ. വാ. എന്നെ നോക്കി നിൽക്കുന്നവിടെ സാമ്പവിയൊക്കെ നോക്കി നിൽക്കുന്ന പോലെ. പൊന്നോ നോക്കിക്ക് കാണിച്ചു വെച്ചേക്കുന്നത്. ഇതാരാ? ഇത് കോഴി. കോഴിയാണോ? അതാ ഇവൻ അഴിച്ചു വിട്ടില്ല പറ്റിയെന്ന് പറയുന്നത്. അറിയോ? അവിടെ കാണിച്ചേക്കണോ? നാരായണി എവിടെയാണ് പോകുന്നത്? നാരായണി വീണ്ടും പല്ല് കാണിക്കാൻ പോകുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് ദന്തൽ മെഡിക്കൽ കോളേജിൽ ചെന്നിട്ട് 3, 4, 5 തവണ ഇവിടുന്ന് രാവിലെ 5-നങ്ങാണ്ട് എണീറ്റ് അമ്മയും വല്യമ്മയും കൊച്ചുമോളും കൂടെ പോയി പല്ലൊക്കെ ശരിയാക്കിയിട്ട് ഇവിടെ വന്നിട്ട് ഇതേ വീണ്ടും പല്ല് പോയെന്ന്. നാനു മുടി ഞാൻ നിൻ്റെ അടുത്ത് കെട്ടി വെക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ മോളെ? ആണല്ലേ? ആഹാ കൊള്ളാലോ. ചിച്ചേ നിന്റെ ഒന്ന് ചിരിച്ചാൽ പല്ലെന്ന് കാണിക്കാൻ. ഇങ്ങനെ നോക്ക്. ഏത് പല്ല? ഇങ്ങനെ ചേ. പക്ഷെ ഇത് ഡോക്ടർ കാണാൻ പറ്റത്തില്ല, ലിപ്സ്റ്റിക്ക് കാരണം. ഈ പല്ല് കാണിക്കാൻ പോകുമ്പോഴേ ലിപ്സ്റ്റിക്ക് ഇച്ചിരി കുറയ്ക്കായിരുന്നു. അല്ല ഇതിനാ നീ എന്നെ കെട്ടിട്ട് പോകാഞ്ഞേ? കെട്ടി വെച്ചിട്ട് പോകാനേ? ഞാൻ പോവില്ല. ഞാൻ അഴിച്ചു വിടണമെന്ന് പറഞ്ഞാണോ? നടന്നോളും. പോയെടുത്തോ. പൊന്നു ഭഗവാനേ, ഞാനിപ്പൊ കണ്ട എനിക്ക് പിന്നെ കഞ്ഞി വാർക്കണ്ടായോ? എനിക്ക് ഒരുങ്ങണേ. നിങ്ങളൊന്ന് പോയിട്ട് വേണ്ട. ഇപ്പൊ തന്നെ ഞാൻ ഒരുങ്ങും. എനിക്കെന്തോന്ന് ഒരുങ്ങാനായിട്ട്. എന്റെ ബാഗിനകത്ത് വലിയ കേസ് കെട്ടൊന്നും ഇല്ലെങ്കിൽ എന്റെ ഈ തുണിയും കൂടെ വെച്ചാത്തോ? ഏത് തുണി? സാരി. ഏത് സാരി? അത് നമ്മുടെ കയ്യിരിക്കുമല്ലേ? തോളായിട്ട് താ. സാധനമൊന്നും അതില്ലല്ലോ. അമ്മായി വിളിച്ചോ? അമ്മായി വിളിച്ചു, എല്ലാം പറഞ്ഞു. ആണോ? എടുത്ത ബാഗ് വെച്ചോ, അല്ലെങ്കിൽ ഇപ്പൊ നീ അതും മറന്നു ചോദിക്കും. പിന്നെ വെറുതെ പിന്നെ അവിടെ ചെന്നിട്ട് അമ്മായി ബ്ലൗസ് വരെയൊക്കെ പറഞ്ഞു വീട്ടിലാണ്. ഇതാ ബാഗിലോട് വെച്ചതാ. അയ്യോടെ വെച്ചു. നിന്റെ ഫോൺ അയ്യടാ. ഇനി എക്സാം കഴിഞ്ഞിട്ട് ആ ഫോൺ അവിടെ എടുക്കുള്ളൂ. മാർച്ച് കഴിഞ്ഞിട്ട് മതി. ഫോൺ അത്യാവശ്യമുള്ളതൊക്കെ എൻ്റെ ഫോൺ. ക്യാമറ എടുത്തിട്ട് എന്നതിന് ഫോട്ടോ എടുക്കാനാ? എവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാനാ? അത് വേണ്ടേ? ഇവിടെ ക്യാമറ 2 എണ്ണം ഉണ്ട്. നല്ല പൂ. അപ്പൊ പാവം പിടിച്ചത് 1-2 ദിവസമായിട്ട് ഇറങ്ങിയാനാണ് ഈ വീട്ടിൽ ഇരിക്കുന്നില്ലെന്ന് പറയുന്നത്. അമ്മയുടെ ഫോൺ എടുത്തോ? അമ്മയുടെ ഫോൺ എടുത്തോ? വായി നോക്കി നിൽക്കുന്നത് നിന്റെ അമ്മ. ഇങ്ങ് പാടാ സിംബാച്ചി. നേരെ പോയല്ലോ കുരയ്ക്കാൻ തൊട്ട്. എന്നാടാ? എന്താ പ്രശ്നനാ? എന്നാ പറ്റി? എന്നാ ഇവിടെ കോഴി കാണിച്ചു വെച്ച പരിപാടിയല്ല. എനിക്ക് നോക്കാൻ സമയമില്ല. എന്നാടാ? ഞാൻ പോവാ. നീ കുറയ്ക്കുന്നുണ്ട്, പേടി വരുന്നു. ഞാൻ പോയിട്ട് വരാവേ. പോയിട്ടിപ്പോൾ വരാം. 2 അഭയാർത്ഥികളൊക്കെ ഉണ്ട്. വേണ്ട പൊക്കോ. വഴിക്ക് വെച്ച് 2 അഭയാർത്ഥികൾ ഇങ്ങനെ നടപ്പുണ്ട് ടൗണിൽ കൂടെ. രണ്ടും കൂടെ എന്നെ വിളിച്ചിട്ട് എവിടെയോ പോകാമെന്നും പറഞ്ഞുകൊണ്ട് പോരുവാ.
പഞ്ചായത്ത് പോലെ അല്ലല്ലേ കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ മുണ്ടക്കയം പഞ്ചായത്താണോ അതിൻ്റെ ബാക്ക് വശം അത്. ആരും തെറ്റിദ്ധരിക്കണ്ട. ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ പുറവശം കുടുംബശ്രീ ഓഫീസ് വരെ ഒന്ന് പോയി അയൽക്കൂട്ടത്തിൽ നിന്നൊരു പേപ്പർ വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കൊടുക്കണം. അതിന് ഇവിടെ കൊണ്ടാന്ന് തോന്നുന്നു. പഞ്ചായത്തായിട്ടാണല്ലോ കിടക്കുന്നത്. ഈ ആര് പറഞ്ഞു ഇത്രയും വൃത്തിയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ തന്നെ ധാരാളം കണ്ടല്ലേ. എന്നാ കുഴപ്പം? ഇത് കണ്ടോ അങ്ങനെ മണ്ടലടി ആന്നടി ഇവിടെയാണത്. ഈ കുട ഒന്ന് കൈ പിടിക്കാവോ പറ്റുമെങ്കിലേ? എല്ലാം കൂടിയെന്നേ, എല്ലാം കൂടിയെന്ന് പറഞ്ഞാൽ അവളെ കയ്യിലിരിക്കുന്ന സാധനം ഞാൻ കാണിച്ചു തരാം. ഒരു കുടയും ഒരു പേപ്പറും. ഈ ടവല ഒരു ടിഷ്യൂ പേപ്പർ ഒക്കെ ദൂരത്തോടാ. ഓക്കെ, നമ്മൾ കയ്യിൽ കൊടുത്തിട്ട് വരട്ടെ. എന്നാ കുടുംബശ്രീ കാര്യാലയം പഞ്ചായത്തിൽ നിന്ന് ഇറങ്ങി. ശ്യാമളമ്മ എന്തിയടി താഴെ നിൽപ്പുണ്ടോ അതോ താഴെ പിടിച്ചോണ്ട് പോയോ? ചേച്ചാനോട് നമ്മൾ എന്ത് മറുപടി പറയും? പിടിച്ചോണ്ട് പോയാലേ അരമണിക്കൂർ കഴിഞ്ഞ് വിടുമെന്ന്. നീ കൊള്ളാടി, നീ കൊള്ളാം. ശ്യാമളമ്മ കണ്ടു കിട്ടി, ബേക്കറിയുടെ ഫ്രണ്ടിലുണ്ടായിരുന്നു. നമുക്ക് പോകാനുള്ള ബസ് വന്നു, തേജസ്. പണ്ട് ശ്യാമളമല്ല ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തോടുള്ള ബസ്സാണിത്. അയ്യോ എൻ്റെ ഡ്രസ്സ്. ആ അമ്മ അവിടെ നിൽക്കുക, എങ്ങോട്ട് പോവാ? ഇതാ ശ്യാമളമല്ലേ ബസ്സിപ്പോൾ പോവും. നിന്നൊക്കെ ഒരു +2 പിള്ളേരെന്നാ ചേച്ചി എന്ന് വിളിച്ച നാരായണി? അവിടെ സ്കൂളിലെ തന്നെ +2 പിള്ളേർ ഇവിടെ കയറി ചേച്ചി എന്ന് കണ്ടാൽ നല്ല പ്രായം തോന്നിക്കും. അതാ കേട്ടോ, കണ്ടാൽ നല്ല പ്രായം തോന്നിക്കുന്നു. അതാണ്. നിൽക്കേ എടി, ഞാൻ വേറൊരു കാര്യത്തിൽ കൊണ്ട് അതിനെ വിളിച്ചാൽ നീ തിരക്കാണോ? എന്തിനാന്ന് ചോദിച്ചാൽ ഇരുന്നാട്ടെ ഒരു സെക്കൻഡ്. അങ്ങനെ ശോഭമ്മയുടെ വീട് വരെ ഒന്ന് പോവുകയാണ്. ശ്യാമളമ്മയ്ക്ക് ബ്ലൗസ് തയ്ക്കാൻ അമ്മയുടെ അടുത്താണ് കൊടുക്കുന്നത്. പണ്ട് നേരത്തെയൊക്കെ അവിടെയായിരുന്നു, പിന്നെ അങ്ങോട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് ഉദ്ദേശിച്ച് മാറ്റി. ഇനിയിപ്പോൾ അമ്മയ്ക്ക് കല്യാണത്തിന് പോകാൻ ബ്ലൗസ് തയ്പ്പിക്കാനായിട്ട് അമ്മയുടെ അടുത്ത് പോവാണ്. അയ്യേ നാണമില്ല അല്ല കണ്ടുപിടിക്കാനാ? നീ പറഞ്ഞാൽ മേടിച്ചതാ എനിക്ക്. ഞാൻ മുണ്ടക്കയത്തുനിന്ന് ഈ മുക്കാലി വരെ വന്നതിൽ നോസ്റ്റ് പഠിക്കണമെങ്കിൽ സാധാരണ എല്ലാവരും ഒരു വീടൊക്കെ ആയിരിക്കുമല്ലോ, അല്ലെ ഒരു സ്കൂള്, അങ്ങേറ്റന്മാർ 2 അവിടം തൊട്ട് നൊസ്റ്റ് അടിക്കാന്ന്. ചിറ്റടി വന്നിട്ട് ഇഞ്ചാനി വന്നിട്ട് പിന്നെ വീടാണെങ്കിൽ ഈ വന്ന വഴിക്ക് 3 സ്ഥലത്ത് നമുക്ക് വീടുണ്ടായിരുന്നു. അതുപോലെ എത്ര സ്കൂളുകൾ, ഞാൻ പഠിച്ച സ്കൂളുകൾ കഴിഞ്ഞു. ഇതിപ്പോൾ കാഞ്ഞിരപ്പള്ളി ബസ്സല്ലേ, ഈ ബസ്സിന് നേരെ ഇവിടെ ഇറങ്ങാതിരിക്കുവാണെങ്കിൽ ഇനിയും ഉണ്ടായിരുന്നു നൊസ്റ്റു. വീടും കാണാൻ ഇവിടെ ഒരു വീട്, ഇവിടെ 2 വീട് താമസിച്ചിട്ടുണ്ട്. അമ്മോ പറയുവാണെങ്കിൽ എൻ്റെ അച്ഛന് ട്രാൻസ്ഫർ കിട്ടി ഇങ്ങനെ പോയി എന്ന് വേണേൽ പറയാം ഒരു രസത്തിന്. വരുമ്പോൾ ഇങ്ങനെ ആലോചിക്കും ഇതെന്തോ ഇവിടെ ഇങ്ങനെ വനമാണോന്ന് അല്ലേ, ഒരുമാതിരി ഒരു ഇതുപോലെ കാവൊക്കെ പോലെ. ഒൻപത് വർഷത്തിന് ശേഷം അല്ല വരുന്നത്, അതിനിടയ്ക്ക് എങ്ങാണ്ട് വന്നെന്ന് തോന്നുന്നു. ഒരു തവണ എങ്ങാണ്ട കൂടി വന്ന 8, അതിൽ കൂടുതലൊന്നുമില്ല. ആണോ? അടുത്ത നൊസ്റ്റു പിന്നെ താമസിച്ച വീടാണ് ഇത്. ഈ വീട് ഏത് പേരയുടെ? ആയിരുന്നു ഒരു വീട് ഞങ്ങളുടെ.
അടിക്കുന്ന ഉണ്ടായിരുന്നല്ലോ. ഇതൊക്കെ മറക്കാൻ പറ്റില്ല. കാക്കമ്മയൊക്കെ ഉള്ള വീടുകളാണ് ഇതെല്ലാം അല്ലേ. എൻ്റെ ഫ്രണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു വീട്ടിൽ. ഇവിടെ നിന്നും പോയി. ഇവിടെ ഷാമ്പൂവായിട്ട് ഇവിടെ നിൽക്കും അല്ലേ. ഷാമ്പൂ കുഞ്ഞാണ്. ആ കട അതിപ്പോഴും ഉണ്ടോ? പിന്നെ ആ കട എപ്പോഴും ഉണ്ടാവും. ഞാൻ എപ്പോഴും പോയി അവിടുത്തെ കൊച്ചിനെടുത്ത് നിങ്ങൾ കാണാതെ. ആ ഞങ്ങൾ കണ്ട വല്ലതും പറയുമോ? വഴക്ക് പറയുമോ? താഴോട്ടാണ് നമ്മുടെ ഉണ്ണിയുടെ വീട്. ശോഭമ്മയുടെ ഉണ്ണി. ഇത് കാക്കമ്മയുടെ മുറി. ഉണ്ണിച്ചൻ്റെ വീട്. ഇത് കാക്കമ്മയുടെ മുറിയായിരുന്നു. ഇത് അപ്പുറത്തെ മുറിന്നല്ലേ ശ്യാമളമ്മയ്ക്ക് മാല പോയത്. പോയില്ല, മാല പിടിച്ചായിരുന്നു ആണല്ലേ. ഇത് മാല കയറി പിടിച്ച് തുറന്നിട്ടപ്പോ അതറിയാവുന്നവരൊക്കെ തന്നെ. നാളെ ചക്ക ഉണ്ടോന്ന് ആദ്യം നോക്കി ശാമ്പമ്മ. ഉള്ള സീരിയലെല്ലാം കണ്ടിട്ട് പിന്നെ എങ്ങനെയാന്ന് പറ ശരിയാവുന്നേ. ഓക്കെ അല്ല സോറി. അപ്പഴ സുന്ദരി കുട്ടനാണോ ഇത്? ആര് കുടിച്ചില്ല? നിന്നെ ആരെടുക്കുന്നു? ഞാൻ എന്റെ കൊച്ചിനെ എടുത്തല്ലേ. നീ പോടി. എന്റെ പൊന്നിങ് വന്നേ പിടിച്ചടി. എന്റെ കൊച്ചിനെ എടുക്കട്ടെ. ഞാൻ വരുമല്ലോ നോക്കാതെ. 10 മിനിറ്റ് കഴിയുമ്പോൾ ഉറങ്ങുമായിരുന്നു അതോ? ഇല്ല, ഉറക്കം തെളിഞ്ഞു വന്നു. അയ്യോടാ. ആഗമന ദുരുദ്ദേശമോ? അത് പറ അവളോട് ചോദിക്കുക. എന്നാണ് ആഗമന ദുരുദ്ദേശം എന്ന്? നീ ഇവനെ ചോറിനാൻ വരുമോ ഉച്ചക്ക്? ഇവര് പൊതിഞ്ഞു കൊടുക്കണേ അത്ര ശല്യം കുറയല്ലേ? ഡയലോഗ് ചോദിക്കാൻ തന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട്. അത് ശരിയാ. ആ അത്ര ചോറുണ്ടോ? ഇല്ല. നന്നായി. അതുകൊണ്ട് ഇത്ര ചോറ് എടുക്കുന്നത്. അല്ലെങ്കിൽ കാണുമോ ചോറ് ഇവിടെ? ചോറ് കുളമ്പിയായിരുന്നോ? ഞാൻ അങ്ങനെ വളരെ മോശമായി. ഭയങ്കര മോശമായി പോയി. എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ ആയി. പിന്നെ പോട്ടെ പോട്ടെ. ഈ ക്യാമറ കാണിച്ചേ. എന്നെ കാണിക്കുന്നിട്ട് എന്നെ ആരും കാണിച്ചില്ല. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കാണിക്കാം. വൃത്തിയല്ലേ? 12ാമത്തെ പ്രാവശ്യം 12 പെറ്റ് 12 മിനിമം 12 പ്രാവശ്യം പറ്റുന്നത്. സുന്ദരി ചേച്ചി പെണ്ണ് അടുത്ത് വരുവുള്ളോ? അപ്പം അടുത്ത് വരത്തില്ല? ഇല്ല. എടി അപ്പൊ നിൽക്കുക. അപ്പൊ നമുക്ക് അടുത്ത മാസം കാണുള്ളൂ. കല്യാണത്തിന് അവിടെ വെച്ചാൽ കാണുള്ളൂ. വയനാട്ടിൽ വെച്ച്. ഇങ്ങനെ ആ അതിന്റെ തലേദിവസം വയനാട്ടിൽ വെച്ച് കാണാം. പോയി പണി ചെയ്യും. പോ. എനിക്ക് ഇഷ്ടമല്ലേ വീഡിയോ എടുക്കുന്ന? നിനക്ക് നാണമാണോടി? നിനക്ക് നാണമാണോടി? അപ്പൊ അവക്ക് ഇറങ്ങി നടക്കണം. ഇറക്കി വിടേനെ. കൊച്ചിനെ കരയിക്കാൻ വേണ്ടി. എന്ത് ഭാഷ അത്? ചൈനീസ് ഭാഷയാണോ? എന്തേരി ഇവിടെ എന്താണ്? എൻ്റെ കൂടെ വരുവാണോ? അപ്പൊ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് കരയുവോ? അല്ലെങ്കിൽ നമുക്കങ്ങ് പോയേക്കായിരുന്നു. ആ കൈ ഇരിക്കുന്നല്ലേ? തോള കിടക്കുന്ന എന്തിലോട് ഇപ്പോഴാണ് മനസ്സിലായേ. മാമനെ പോലെ തന്നെ. പൊക്കോട്ടെ. ഒരു മണ്ണിടാ പൊന്ന്. എനിക്കൊരു അമ്മായി ഇറങ്ങുവാ. കണ്ട് കേട്ടില്ല. മറികടി. അമ്മായി ഇറങ്ങുവാണേ. ആ ഇടയ്ക്കൊക്കെ ഇറങ്ങാം. എന്റെ പൊന്നേ വരുന്നില്ല.
എടീ വരുന്നില്ലടി. എനിക്ക് വയ്യ. വരുവാ ബായോ ടാറ്റാ. കേറെല്ലാം കൂടെ. വാ പോട്ടെ. നമ്മൾ കരയുക. കൊച്ചിനെ വെറുതെ കരയിച്ചോ. പറഞ്ഞായിരുന്നു. നമുക്ക് പോയി പാല് മേടിച്ചാലോ? പാലൊക്കെ മേടിച്ച്. ആര്? ഞാൻ മേടിച്ചു. ഇങ്ങോട്ട് വാ. ബാബു വാ. റോട്ടൊക്കെ പോന്നേ. അപ്പ വരും. നീ ഇങ്ങോട്ട് കയറി നിന്നേ, ഞാൻ പാലെടുത്ത് നോക്കട്ടെ. വരുമ്പോ പറയാം. ആ ബാ. ഓട്ടോ വന്നോ? വരും വരും വരും. വരുമോ? വരുമോ? ഓട്ടോ വന്നേ. ബാ ബാ ബാ. വാ പോവാ. വാന്ന് വാ. പൈസയൊക്കെ കൊടുക്കോ? വന്നേ. എടി വരാന്. ആരമ്മേനെയോ? പൊക്കോ, കൊച്ചിനെ പറയാ പോ. ഞങ്ങൾ ഇതൊക്കെ നാരായണി വന്ന് പഠിക്കുന്നിടം വരെ ഉള്ളു കേട്ടോ ഈ TV കാഴ്ച. സ്കൂളിൽ നിന്ന് വരുമ്പോൾ തന്നെ TV കാണാൻ വേണ്ടി മുട്ടിയാണ് വരുന്നത്. അല്ലെങ്കിൽ എൻ്റെ മോള് ഞാൻ പറയാതെ തന്നെ എല്ലാം ചെയ്യുമെന്ന് എനിക്കറിയാം. എൻ്റെ സുന്ദരിയാണ് അവള്, അമ്മയെ പോലെ തന്നെ. അങ്ങോട്ട് തിരിഞ്ഞ് ചിരിച്ചാൽ ആ കണ്ണാടി കൂടെ ഞാൻ കാണുമെന്ന് വിചാരിച്ചോ? എപ്പോഴാണ് ഇങ്ങോട്ട് തിരിയുമല്ലോ. അയ്യോ, എന്നടുത്ത് പിണങ്ങി നടക്കുന്ന എൻ്റെ മകൾ. ആ ഇവനെ ഞാൻ മടുത്ത കേട്ടാ.